ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ടിപ്സ് ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ 2024 നടക്കാൻ പോകുന്ന LPUP എക്സാമിൻ്റെ പുതിയ സിലബസ് പ്രകാരം. അപ്പോൾ 2024 ഏപ്രിൽ 5 ഒരു എക്സാം നടന്നിട്ടുണ്ട്. അതായത് കന്നഡ മീഡിയം UP സ്കൂൾ ടീച്ചർ. അതുകൊണ്ട് തന്നെ കന്നഡ മീഡിയം ആയതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൽ ഇംഗ്ലീഷ് ഭാഗം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു എക്സാം ഓരോ ഭാഗവും ഗൂഗിൾ ലെൻസ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ PDF ആക്കിയിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ചില ക്വസ്റ്റ്യൻസ് അവ്യക്തമാണ്. അപ്പോൾ ആ കൃത്യമായി മനസ്സിലാകുന്ന ആ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ അവ്യക്തമാണ്, കാരണം കൃത്യമായി ട്രാൻസ്ലേഷൻ അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കാം. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റിച്ചാർഡ് ആറ്റൻബറോ. അപ്പോൾ ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റിച്ചാർഡ് ആറ്റൻബറോ ആണ്. അടുത്തത്, ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകം ഏതു കൃതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ജാതിക്കുമ്മി. അപ്പോൾ ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകം ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ജാതിക്കുമ്മി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസിദ്ധീകരണമായ വേലക്കാരൻ ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പം വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അടുത്തത്, ഇനി പറയുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക. അപ്പോൾ അതിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം? വർഷങ്ങൾ അറിയെങ്കിൽ മാത്രമേ ഇത് എഴുതാൻ പറ്റൂ. അപ്പോൾ അതിൽ ഒന്നാമത്തത് വൈക്കം സത്യാഗ്രഹമാണല്ലേ. വൈക്കം സത്യാഗ്രഹം നടന്ന 1924 മാർച്ച് 30 വേണമെങ്കിൽ ഒരു ചോദ്യം ഇപ്പം വരാം. 2024 100ാം വാർഷികം ആഘോഷിച്ച സമരമാണ് ഏതെന്ന് പറയുന്നത്? മാർച്ച് 30 2024 മാർച്ച് 30 100ാം വാർഷികം ആഘോഷിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ കുറിച്യ കലാപം നമുക്കറിയാം 1812 ചാനാർ കലാപം 1859. അപ്പോൾ ഇതിൽ ആൻസർ വന്നിരിക്കുന്നത് സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് നമുക്കറിയാം ആനി ബസന്റ് ആണല്ലേ. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വംശജയാണ് സരോജിനി നായിഡു. അപ്പം ആൻസർ ഡി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്, ആൻസർ ഡി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ചേരുംപടി ചേർക്കാനാണ് വന്നിട്ടുള്ളത്. എ-കോളത്തിൽ വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരു, VT വട്ടതിരിപ്പാട്, വാഗ്ഭടാനന്ദൻ. ബി-കോളത്തിൽ യോഗക്ഷേമ സഭ, ആത്മവിദ്യാസംഘം, സമത്വ സമാജം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്, കാരണം അത്ര ബുദ്ധിമുട്ടില്ല. വൈകുണ്ഠസ്വാമികൾക്ക് നേരെ വരികതാണ് സമത്വ സമാജമാണ്. ശ്രീനാരായണ ഗുരു SNDP ആണല്ലേ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. VT വട്ടതിരിപ്പാടിന് നേരെ വരേണ്ടത് ഏതാണ്? യോഗക്ഷേമ സഭയാണ്. വാഗ്ഭടാനന്ദന് നേരെ വരേണ്ടത് ആത്മവിദ്യാ സംഘമാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ വരുന്നത് ഏതാണ്? എ ആണ്. അപ്പോൾ എ ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രവർത്തനം അവലോകനം ചെയ്യാനും ശുപാർശകൾ നൽകാനും നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ആൻസർ സൈമൺ കമ്മീഷനാണ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രവർത്തനം അവലോകനം ചെയ്യാനും ശുപാർശകൾ നൽകാനും നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ആരാണ് മിതവാദി നേതാവല്ലാത്തത്? അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ലാല ലജ്പത് റായ് ഉണ്ട്, WC ബാനർജി ഉണ്ട്, MG റാനഡെ ഉണ്ട്, ദാദാഭായ് നവറോജി ഉണ്ട്. അപ്പം ഓപ്ഷൻ എ ആണ്, ലാല ലജ്പത് റായ് ആണ് ആൻസർ. നമുക്കറിയാം തീവ്രവാദി നേതാവാണ് ലാല ലജ്പത് റായ് അല്ലേ. ലാൽ പാൽ ബാൽ എന്നിവരാണ് തീവ്രവാദി നേതാക്കൾ. ആരൊക്കെയാണ്? ലാല ലജ്പത് റായ്, പിന്നെന്താണ് വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക് എന്നിവരാണ് തീവ്രവാദി നേതാക്കൾ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ലാല ലജ്പത് റായ്. ചൈനയിലെ വൻമതിൽ പണിത ചക്രവർത്തി ഷിഹ്വാന്തി ഏത് രാജവംശത്തിൽപ്പെട്ടയാളാണ്? ചിൻ രാജവംശത്തിൽപ്പെട്ട ആളാണ് ഷിഹ്വാന്തി. ഇപ്പോൾ ചൈനയിലെ വൻമതിൽ പണിത ചക്രവർത്തി ഷിഹ്വാന്തി ഏത് രാജവംശത്തിൽപ്പെട്ടയാളാണ്? ചിൻ രാജവംശത്തിൽപ്പെട്ടയാളാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് സിലബസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ സിലബസിൽ പറഞ്ഞ ഭാഗങ്ങളിൽ കണക്ട് ചെയ്ത് തന്നെയാണ് ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹാരപ്പൻ നാഗരികതയിലെ പ്രധാന തുറമുഖമേത്? ഇപ്പം ഹാരപ്പൻ നാഗരികയിലെ പ്രധാന തുറമുഖമാണ് ലോത്താൽ. തുറമുഖ നഗരം എന്നറിയപ്പെടുന്നത് ലോത്താലാണ് ഹാരപ്പയിലെ പ്രധാന തുറമുഖ നഗരം. അടുത്തത്, മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതാണ്? മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധമില്ലാത്തത്. അപ്പം അതിൽ ഒന്നാമത് ഓപ്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്ന ലിപി ഹൈറോഗ്ലിഫിക്സ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ബഹുദൈവ വിശ്വാസികളായിരുന്നു. മൂന്നാമതായിട്ട് ക്യൂണിഫോം എന്ന ലിപി ഉപയോഗിച്ചു. നാലാമത്തെ ഓപ്ഷൻ ചന്ദ്രപഞ്ചാംഗം, അതായത് കലണ്ടർ രൂപീകരിച്ചു. അപ്പോൾ ഇതിൽ
മെസൊപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഈ ഒരു PDF ക്ലിയർ ഇല്ല, വളരെ ബുദ്ധിമുട്ടാണ് വായിക്കുന്നത്. നിങ്ങൾക്കും വായിക്കാൻ ചിലപ്പം പ്രയാസപ്പെട്ടേക്കാം, കാരണം ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് വരുന്നത്. എങ്കിലും കുഴപ്പമില്ല, ഞാൻ വായിക്കുന്നുണ്ട്. ഓപ്ഷൻ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധമില്ലാത്ത ഇനി പറയുന്ന പ്രസ്താവനകൾ തെറ്റായതാണ് നമുക്ക് കാണേണ്ടത്. എന്ന് വെച്ചാൽ ബന്ധമില്ലാത്തത്. അതിൽ ഓപ്ഷൻ വരുന്ന ഏതാണ്? ഉപയോഗിച്ചിരിക്കുന്ന ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. ആ പ്രസ്താവന തെറ്റാണ് അല്ലേ. ഹൈറോഗ്ലിഫിക്സ് ലിപിയല്ല മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുവിദ്യ എന്ന് പറയുന്നത്. നമുക്കറിയാം മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ എഴുത്തുവിദ്യ ക്യൂണിഫോം ലിപിയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ജോഗ്രഫിയുടെ ഭാഗത്തുനിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ നദികളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? ഒന്നാമത്തെ ഓപ്ഷൻ ഏകദേശം 1400 കിലോമീറ്റർ ഏറ്റവും നീളം കൂടിയ കൃഷ്ണ നദി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഭീമയും തുംഗഭദ്രയും പോഷകനദികളാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അതാണ്. അതായത് 1400 കിലോമീറ്റർ നീളമുള്ള കൃഷ്ണ നദി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പോഷകനദി ഭീമയും തുംഗഭദ്രയും. അടുത്ത ഓപ്ഷൻ ഏകദേശം 1312 കിലോമീറ്റർ ഉള്ള സിഹാവ പർവ്വത നിരകളിൽ നിന്നാണ് ഏറ്റവും നീളം കൂടിയ നദിയായ നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. ഇന്ദ്രാവതി, ശബരി എന്നിവ പോഷകനദികളാണ്. ഏകദേശം 800 കിലോമീറ്ററുള്ള പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നിൽ നിന്നാണ് ഏറ്റവും നീളം കൂടിയ നദി കാവേരി ഉദ്ഭവിക്കുന്നത്. കബനി, അമരാവതി പോഷകനദികളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ശരിയായ പ്രസ്താവനയാണ് അല്ലേ. അതിൽ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? 1400 കിലോമീറ്റർ. അപ്പോൾ കൃഷ്ണ നദിയുടെ നീളം എത്രയാണ്? കൃഷ്ണ നദിയുടെ നീളം 1400 കിലോമീറ്ററാണ്. ആ പ്രസ്താവന ശരിയാണ്, അതുവരെ ശരിയാണ്. അപ്പോൾ 1400 കിലോമീറ്റർ നീളമുള്ള കൃഷ്ണ നദി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലേ. അതെ, കൃഷ്ണ നദി ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിൽ ഇവിടെ നിന്നാണ്? മഹാബലേശ്വരിൽ നിന്നാണ്. ഭീമയും തുംഗഭദ്രയും പോഷകനദികളാണ്. അത് കൃഷ്ണയുടെ പോഷകനദികളാണ്. കൊയ്ന, തുംഗഭദ്ര, കൊയ്ന, ഘട്ടപ്രഭ, മല്ലപ്രഭ, തുംഗഭദ്ര, ഭീമ, മുസി ഇതൊക്കെ കൃഷ്ണയുടെ പോഷകനദികളാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനിയും 1312 കിലോമീറ്റർ നീളമുള്ള നർമ്മദയുടെ നീളം ശരിയാണ്, 1312. ഉത്ഭവം എവിടെയാണ്? മൈക്കല നിരയാണ്. അമർകണ്ട് പീഠഭൂമിയിലെ മൈക്കല നിരയാണ്. സിഹാവ പർവ്വത നിരയിൽ നിന്നല്ല നർമ്മദ ഉത്ഭവിക്കുന്നത്. സിഹാവ പർവ്വത നിരയിൽ നിന്ന് മഹാനദിയാണ് ഉത്ഭവിക്കുന്നത്. ആ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? ഏകദേശം 800 കിലോമീറ്റർ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഏറ്റവും നീളം കൂടിയ നദി കാവേരി ഉത്ഭവിക്കുന്നത്. അപ്പം ആ പ്രസ്താവന ശരിയാണ്. കാരണം കാവേരി നദിയുടെ നീളം എത്രയാണ്? 800 കിലോമീറ്റർ ആണ്. ഉത്ഭവം എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്ന്. അതെ, ഉത്ഭവം എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത്? കാവേരി നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മഗിരി കുന്ന് അല്ലെങ്കിൽ തല കാവേരി എന്നും പറയും. അവിടെ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. പോഷക നദികൾ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കബനി, അമരാവതി എന്നിവ അതിൻ്റെ പോഷക നദികളാണ്. അതെ, കാവേരിയുടെ പോഷക നദികളാണ് ഹേമാവതി, അർക്കാവതി, അമരാവതി, ലക്ഷ്മൺ തീർത്ഥ, പാമ്പാറ്, ഭവാനി, കബനി ഇതൊക്കെ അതിൻ്റെ പോഷക നദികളാണ്. അപ്പോൾ ഇതിൽ ഉത്തരമായി വന്നത് 1ഉം 3ഉം ശരിയാണ്. അപ്പം ഒന്നാമത്തെ ഓപ്ഷനാണ് പ്രസ്താവന എ ആണ് ശരിയല്ലേ. എയും 3ഉമാണ് ശരി. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ. പ്രസ്താവനകൾ 1ഉം 3ഉം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എക്കണോമിക്സിൽ നിന്ന് വന്ന ചോദ്യമാണ്. ആരോഹണ ക്രമത്തിൽ കാലക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ബാങ്കിങ് മേഖലയെ സംബന്ധിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം. രണ്ടാമത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിച്ചു. മൂന്നാമതായി ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ലയിച്ചു. നാലാമത് 6 ബാങ്കുകളുടെ ദേശസാൽക്കരണം. ഇതിൽ ശരിയായത് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അപ്പോൾ അതിൽ ആദ്യം നടന്നത് എന്താണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിച്ചു. രണ്ടാമത് നടന്നതാണ് എന്തെന്ന് പറയുന്നത്? 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം. മൂന്നാമത് വരേണ്ടത് ഏതാണ്? മൂന്നാമത് വരേണ്ടത് 6 ബാങ്കുകളുടെ ദേശസാൽക്കരണമാണ്. നാലാമത് വരേണ്ടത് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ലയിച്ചു. അപ്പോൾ ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ഭരണഘടനാ ഭാഗത്തു നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? ഒന്നാമത്തെ ഓപ്ഷൻ കേവല ജനാധിപത്യം എന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ്. രാഷ്ട്രീയ നയവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശ തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. രണ്ടാമത്തെ ഓപ്ഷനാണ് അത്. മൂന്നാമത്തെ ഓപ്ഷനാണ് സമത്വത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും തത്വങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? ആൻസർ വന്നത് ഡി ആണ്. ഡി പറഞ്ഞിട്ടുള്ളത് പ്രസ്താവന 2 മാത്രമാണ് ശരിയെന്നാണ്.
അപ്പം കേവല ജനാധിപത്യം എന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ് എന്നത് തെറ്റാണ്. രാഷ്ട്രീയ നയവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് അല്ലേ. DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ആശയം കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. ആ പ്രസ്താവന മാത്രമാണ് ശരി. അപ്പം ഓപ്ഷൻ ഡി. അടുത്തത് സോഷ്യോളജി പാർട്ടിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുടുംബം എന്ന സങ്കല്പത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? കുടുംബം, സമൂഹം, വിദ്യാലയങ്ങൾ, മാധ്യമങ്ങൾ എന്നിവ സാമൂഹിക നീതിയുടെ പ്രയോക്താക്കളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കുടുംബവും മതവും സാമൂഹിക സ്ഥാപനങ്ങളുടെ ഉദാഹരണമാണ്. അവയിൽ ഓപ്ഷൻ വന്നിട്ടുള്ളത് പ്രസ്താവന 1 മാത്രം ശരിയാണ്, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, പ്രസ്താവന 1ഉം 2ഉം തെറ്റാണ്, പ്രസ്താവന 2 മാത്രമാണ് ശരി. അപ്പോൾ ഇതിൽ ആൻസർ വന്നിട്ടുള്ളത് ബി ആണ്. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. അപ്പം കുടുംബം എന്ന സങ്കല്പത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകളാണ് കുടുംബം, സമൂഹം, വിദ്യാലയങ്ങൾ, മാധ്യമങ്ങൾ എന്നിവ സാമൂഹിക നീതിയുടെ പ്രയോക്താക്കളാണ്. കുടുംബവും മതവും സാമൂഹിക സ്ഥാപനങ്ങളുടെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. അടുത്തത് ജോഗ്രഫിയുടെ പാർട്ടിൽ നിന്നും ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു കാരക്കോറം ശ്രേണിയിലാണ്. ടിബറ്റിലെ കൈലാസ് പർവ്വത നിരകൾ കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ്. ലഘു അത് ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. ലിപ്പുലഘ് ചുരങ്ങളായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ലിപ്പുലഘ് ചുരങ്ങൾ ശ്രീനഗറിലെ കാർഗിൽ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു കാരക്കോറം ശ്രേണിയിലാണ്. അത് വളരെ കറക്റ്റാണ്. അപ്പോൾ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന കാരക്കോറം പർവ്വതനിരയിലാണ്. ടിബറ്റിലെ കൈലാസ് പർവ്വതനിരകൾ കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ്. അതും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി ലിപ്പുലഘ് ചുരമാണെങ്കിൽ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ വന്നിട്ടുള്ളത് എന്താണ്? പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്, പ്രസ്താവന 2 മാത്രമാണ് ശരി, പ്രസ്താവന 1ഉം 2ഉം 3ഉം ശരിയാണ്, പ്രസ്താവനകൾ 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ പറയുന്ന പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് ഭൂപ്രകൃതി എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് നദികൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഇന്ത്യയുടെ ബഹുമാന്യനായ ലോക്സഭാ സ്പീക്കറായി ശ്രീ ഓം ബിർള തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2019 ജൂൺ 19 ഓം ബിർള ലോക്സഭാ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. ഓപ്ഷൻ എ ഡോക്ടർ രഘുറാം രാജൻ, ഓപ്ഷൻ ബി ഡോക്ടർ ഊർജിത് പട്ടേൽ, ഓപ്ഷൻ സി ഡോക്ടർ ബിമൽ ജലാൽ, ഓപ്ഷൻ ഡി ശ്രീ ശക്തികാന്ത് ദാസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശ്രീ ശക്തികാന്ത് ദാസ് ആണ്. അപ്പോൾ നിലവിൽ RBI ഗവർണർ ശ്രീ ശക്തികാന്ത് ദാസ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല, ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്ത് ലെൻസിൻ്റെ ഫോക്കൽ പോയിൻ്റ്. ലെൻസിൻ്റെ ഫോക്കൽ പോയിൻ്റ്. ഓപ്ഷൻ വക്രതയുടെ കേന്ദ്രം, പ്രകാശത്തിൻ്റെ കേന്ദ്രം, പ്രധാന അക്ഷം, ഫോക്കസ് ദൂരം. ഓപ്ഷൻ ബി ആണ്. പ്രകാശത്തിൻ്റെ കേന്ദ്രമാണ് ലെൻസിൻ്റെ ഫോക്കൽ പോയിൻ്റ്. അടുത്തത് താപനില കൂടുന്നതിനനുസരിച്ച് ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി. ഓപ്ഷൻ എ കുറയുന്നു, ഓപ്ഷൻ ബി വർദ്ധിക്കുന്നു, ഓപ്ഷൻ സി മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, ഓപ്ഷൻ ഡി ഇവയെല്ലാം. അപ്പം ഓപ്ഷൻ എ ആണ് കുറയുന്നു. താപനില കൂടുന്നതിനനുസരിച്ച് ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പവറിൻ്റെ യൂണിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വാട്ടാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. സമയത്തിലെ യൂണിറ്റ് സ്ഥാനചലനം ഇതാണ്. ഓപ്ഷൻ സി ആണ്, വേഗതയാണ്. സമയത്തിലെ യൂണിറ്റ് സ്ഥാനചലനം എന്ന് പറയുന്നത് എന്താണ്? വേഗതയാണ്. ഓപ്ഷനിൽ എയും വേഗത തന്നെയാണ് കാണുന്നത്, ബി ദൂരം, ഡി ത്വരണം, സി വേഗത. അപ്പം 2 വേഗത കാണുന്നുണ്ട്, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താണ് എന്താ അറിയില്ല. ഓപ്ഷൻ സി ആണ് വരുന്നത്, വേഗതയാണ്. അപ്പോൾ എ ആയാലും ബി ആയാലും വേഗതയാണ് വരുന്നത്. അപ്പോൾ സമയത്തിലെ യൂണിറ്റ് സ്ഥാനചലനം എന്താണ്? വേഗതയാണ്. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും, എന്നാൽ ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. അത്തരമൊരു കണ്ണിനെ എന്താണ് വിളിക്കുന്നത്? ദീർഘവീക്ഷണം, വെള്ളെഴുത്ത്, മയോപ്പിയ, ഇവയൊന്നും ഇല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ്, മയോപ്പിയാണ്. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും, എന്നാൽ ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. ഈ ഒരു അസുഖത്തെ അല്ലെങ്കിൽ അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണ്? ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മയോപ്പിയ. ഓപ്ഷൻ സി. അടുത്തത് യോജിച്ച പ്രകാശത്തെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രതിഭാസം ഇതാണ്. ഓപ്ഷൻ എ ട്രാൻസ്മിഷൻ, ഓപ്ഷൻ ബി പുനഃസംയോജനം, ഓപ്ഷൻ സി നിറം, ഓപ്ഷൻ ഡി ഓർഗനൈസിങ്
ഷിഫ്റ്റിംഗ്. ഓപ്ഷൻസ് ക്ലിയർ അല്ല. എന്തായാലും നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ട്രാൻസ്മിഷൻ ആണ്. ട്രാൻസ്മിഷൻ, യോജിച്ച പ്രകാശത്തെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്ന പ്രതിഭാസമാണ് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശുക്രനെയും അതിൻ്റെ അന്തരീക്ഷത്തെയും പഠിക്കാനുള്ള ഒരു ഉപഗ്രഹം. ഓപ്ഷൻ ബി ആണ്, ശുക്രയാൻ 1 ആണ്. അപ്പോൾ ശുക്രനെയും അതിൻ്റെ അന്തരീക്ഷത്തെയും പഠിക്കാനുള്ള ഒരു ഉപഗ്രഹമാണ് ശുക്രയാൻ 1. തുടർച്ചയായ ഭൂകമ്പത്തെ തുടർന്ന് 2003 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഐസ്ലാൻഡ് ആണ്. തുടർച്ചയായ ഭൂകമ്പത്തെ തുടർന്ന് 2003 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഐസ്ലാൻഡ്. അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല, അതിൽ കന്നഡ മിക്സ് ആയിട്ടാണ് വന്നത്, അത് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, സ്ഥിരമായ മർദ്ദത്തിൽ വാതകത്തിൻ്റെ അളവ് 0 മാറുന്നത് ഏത് താപനിലയാണ്? ഓപ്ഷൻ ബി ആണ്, -273.15 ആണ് ആൻസർ. അപ്പം സ്ഥിരമായ മർദ്ദത്തിൽ വാതകത്തിൻ്റെ അളവ് 0 മാറുന്നത് ഏത് താപനിലയിലാണ്? -273.15 സെൽഷ്യസിൽ.